ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിൽ ലഭിച്ച താൽപര്യ പത്രങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക പരിശോധന നടത്തുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ഉടൻ തുടങ്ങാൻ പറ്റുന്നവയെന്നും അല്ലാത്തവയെന്നും തരംതിരിച്ച് വിവിധ സമിതികൾ രൂപീകരിച്ച് അനുമതിയിലേക്കായി കടക്കും. വികസന കാര്യത്തിൽ UDF സർക്കാരുമായി താരതമ്യം ഉദ്ദേശിക്കുന്നില്ലെന്നും പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. നിക്ഷേപക സംഗമം സമാപിച്ചതിനു ശേഷവും 5000 കോടിയുടെ പദ്ധതികൾ തുടങ്ങാൻ സംരംഭകർ താൽപര്യമറിയിച്ചെത്തിയതായി മന്ത്രി പറഞ്ഞു. ലഭിച്ച താൽപര്യപത്രങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തരംതിരിക്കും. ഉടൻ തുടങ്ങാവുന്നവ, അല്പം താമസമുള്ളവ എന്നിങ്ങനെ തിരിക്കും. അനുമതി വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ കമ്മിറ്റി ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 50 കോടിക്ക് താഴെയുള്ളത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് മീർ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീം, 50 കോടിക്ക് മുകളിലുള്ളത് KSIDCയിൽ ഹരികൃഷ്ണൻ നോഡൽ ഓഫീസറായിട്ട് 7 പ്രത്യേക വകുപ്പുകൾ, 12 വിദഗ്ധരുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു ടീമിൽ ഒന്നിലധികം ഉണ്ടായിരുന്നു വരാം. അത് ഓരോ ടീമിൻ്റെയും കീഴിൽ വരും ഓരോ സെക്ടറിൻ്റെയും കീഴിൽ എത്ര പ്രൊജക്റ്റുകൾ പ്രൊപ്പോസലുകൾ വരുന്നു എന്നതിനെ കണക്കാക്കിക്കൊണ്ടായിരിക്കും ഈ പ്രൊജക്റ്റുകളുടെ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ സെക്രട്ടറി തല കമ്മിറ്റി ഉണ്ടാവും. അത് ക്യാബിനറ്റിന് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. വ്യവസായ വികസനം സംബന്ധിച്ച് UDF ഭരണകാലവുമായി താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറമുള്ള മറുപടിയാണ് ലഭിച്ചത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. നമ്മളിപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കും. അപ്പോൾ നമ്മളിനിപ്പോൾ ഓരോ മുമ്പ് അന്നെന്തായിരുന്നു ഇന്നെങ്ങനെയായിരുന്നു അതല്ല, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെതായ ഒരു യോജിപ്പോടുകൂടി മാറി നിൽക്കാൻ ഇനി ആർക്കും പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കും. നിക്ഷേപക സംഗമത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രിമാരടക്കം മികച്ച അഭിപ്രായം അറിയിച്ചു. ബോധപൂർവം വീഴ്ച വരുത്തിയാൽ മാധ്യമങ്ങൾ തുറന്നു കാണിക്കണം, അതല്ലെങ്കിൽ ആരും അനാവശ്യ വിവാദമുണ്ടാക്കരുതെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.